ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോഗിനി ഏകാദശിയാണ് വരുന്നത്. നമുക്ക് ഈ വ്രതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ വ്രതം എടുക്കുന്നതിലൂടെ എന്തെല്ലാം പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്നും എങ്ങനെ വ്രതം ആചരിക്കണമെന്നും എപ്പോഴാണ് ഏകാദശി എടുക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ഇത് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ ഏകാദശി എല്ലാ ഏകാദശിയും 3 ദിവസങ്ങളിലായാണ് ആചരിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. ദശമിക്ക് ഒരിക്കലെടുത്തിട്ട്, അതായത് ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം ഭക്ഷിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഫ്രൂട്ട്സോ മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലുമോ കഴിക്കാം. അങ്ങനെ കഴിച്ചിട്ട് ഏകാദശിക്ക് പൂർണ്ണ ഉപവാസം എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച രീതിയിൽ വ്രതം എടുക്കാവുന്നതാണ്. അതിനുശേഷം ദ്വാദശിയിൽ നമുക്ക് പാരണ വീട്ടാം. ഇങ്ങനെയാണ് 3 ദിവസങ്ങളിലായി ഏകാദശി അനുഷ്ഠിക്കുന്നത്. എന്നാൽ വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് 22-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 22-ാം തീയതി ഞായറാഴ്ചയാണ് ഏകാദശിയായി ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വ്രതം എടുക്കേണ്ടത് ഈ ജൂൺ 22 ഞായറാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, കലണ്ടറിൽ 21-ാം തീയതിയാണ് ഏകാദശിയായി കൊടുത്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഭഗവത് ഭക്തർക്കും മനസ്സിലാകും, ഞാൻ എല്ലാ ഏകാദശിക്കും പറയുന്നതാണ് ദശമി സ്പർശ ഏകാദശി എടുക്കാൻ പാടില്ല എന്ന്. കാരണം ഏകാദശി 21-ാം തീയതി 7:18 ആരംഭിക്കുകയാണ്. എന്നാൽ 7:17 വരെ ദശമിയുണ്ട്. അപ്പോൾ പുലർച്ചെ ദശമി ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ ദശമിയായി കണക്കാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏകാദശി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വൈഷ്ണവർ ആരും തന്നെ എന്തെടുക്കാറില്ല, 21-ാം തീയതി ഏകാദശി വ്രതം എടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 22-ാം തീയതി തന്നെ ഏകാദശി വ്രതം എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ വ്രതം എടുക്കുന്നതിലൂടെ രോഗങ്ങൾ മാറുകയും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് വരെ നമുക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. അതോടൊപ്പം തന്നെ സന്താനങ്ങളില്ലാതെ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾ തീർച്ചയായും യോഗിനി ഏകാദശി എടുക്കേണ്ടതാണ്. 2 പേരും ഒരുമിച്ച് വേണം യോഗിനി ഏകാദശി എടുക്കേണ്ടത്. പൂർണ്ണ ഉപവാസത്തിലിരുന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൽസന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. നിങ്ങൾ ദശമിയായ 21-ാം തീയതി ഒരിക്കലെടുത്ത് 22-ാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് 23-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് പാരണ വീട്ടാവുന്നതാണ്. മഹാദ്വാദശി 22-ാം തീയതി തന്നെ ഏകാദശിയുമായി ചേർന്ന് വരുന്നത് കൊണ്ടും 22-ാം തീയതി നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് വ്രതകഥ നോക്കാം. കുബേരന് ധാരാളം ഭൃത്യന്മാരുണ്ടായിരുന്നു. കുബേരൻ്റെ അളകാപുരി എന്ന പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഈ പൂക്കളെല്ലാം ശിവഭഗവാന് അർച്ചന ചെയ്യുന്നതിനും പൂജയ്ക്കായിട്ടും കുബേരൻ ഉപയോഗിച്ചിരുന്നു. അതിനായി കുബേരൻ യക്ഷനായ ഹേമലിയെ പൂജയ്ക്കുള്ള പൂക്കൾ പറിക്കുന്നതിനായി പറഞ്ഞയച്ചു. ഹേമലി അവിടെ എത്തി പൂ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിശാലാക്ഷി അവിടെ എത്തുന്നു. വിശാലാക്ഷിയും ഹേമലിയും വളരെയധികം സല്ലാപത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ കളിച്ച് ചിരിച്ച് സമയം പോയത് ആരറിയുന്നില്ല, ഹേമലി അറിയുന്നില്ല. ഒരുപാട് വൈകിയത് കൊണ്ട് കുബേരൻ മറ്റൊരു ഭൃത്യനെ ഹേമലിയെ അന്വേഷിക്കുന്നതിനായിട്ട് അയക്കുന്നു. ആ ഭൃത്യൻ കണ്ടത് ഹേമലിയും വിശാലാക്ഷിയും കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പൂന്തോട്ടത്തിലൂടെ പാറി നടക്കുന്നതാണ്. ഇത് ഉടൻ തന്നെ കുബേരനെ അറിയിച്ചു. കോപാകുലനായ കുബേരൻ ഹേമലിയെ വരുത്തുകയും ഹേമലിയെ ശപിക്കുകയും ചെയ്തു. 18 തരത്തിലുള്ള കുഷ്ഠരോഗം പിടിപെട്ട് മാറാരോഗിയായി നീ അലഞ്ഞു തിരിയുകയും
വിശാലാക്ഷി നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ ശാപം കിട്ടിയ ഹേമലി മാറാരോഗം കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ മാർക്കണ്ഡേയ മഹാമുനിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തോട് വളരെ സങ്കടത്തോടെ വേദനയോടെ ഹേമിലി ഇപ്രകാരം പറഞ്ഞു: മഹാമുനി, ഈ രോഗം മാറുന്നതിനായി അങ്ങൊരു മാർഗം എനിക്ക് ഉപദേശിച്ചാലും. ഇത് കേട്ട മഹാമുനി പറഞ്ഞു: ഈ വരുന്ന യോഗിനി ഏകാദശി വളരെ പൂർണ്ണ ഉപവാസത്തോടെ വ്രതനിഷ്ഠയോടെ ഭഗവത് നാമങ്ങൾ ചൊല്ലി എടുക്കുകയാണെങ്കിൽ നിൻ്റെ ഈ മാറാരോഗം മാറുകയും അവസാനം വൈകുണ്ഠപ്രാപ്തി മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന്. ഇപ്രകാരം ഹേമിലി വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം മാറി എന്നും വൈകുണ്ഠപ്രാപ്തി ലഭിച്ചുമെന്നുമാണ് വ്രതകഥ. ഇത് ഏകാദശിക്കും ദ്വാദശിക്കും നിങ്ങൾ കേൾക്കണം. ഇനി നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ട രീതി നോക്കാം. എല്ലാ ഏകാദശിക്കും പറഞ്ഞതുപോലെ വ്രതം പൂർണ്ണ ഉപവാസമായി എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ വ്രതം അങ്ങനെ എടുക്കുവാൻ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ടതില്ല. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുത്താൽ മതി. ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ വ്രതം നോക്കേണ്ടതില്ല. എന്നാൽ അവർ നോൺ വെജ് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഈ 3 ദിവസങ്ങളിലും വെജിറ്റേറിയനായിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ചാൽ പൂർണ്ണ ഉപവാസം എടുത്തതിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഏകാദശിക്ക് നമ്മൾ ഒഴിവാക്കേണ്ടത് പ്രധാനമായും ധാന്യങ്ങളാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കാം, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ് ഇവയെല്ലാം കഴിക്കാവുന്നതാണ്. ചൗവരി, ചാമ മുതലായവയും കഴിക്കാം. എല്ലാം മിതമായി ഭക്ഷിച്ച്, അതാണല്ലോ വ്രതം എന്ന് പറയുന്നത്. ഭഗവാനോട് ഏറ്റവും അടുത്തിരിക്കുവാനായി നാം എന്താണ് ചെയ്യേണ്ടത്? ഭഗവത് നാമങ്ങൾ ജപിക്കണം. ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഹരിനാമകീർത്തനം ഇവയെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുക്കുവാൻ ശ്രദ്ധിക്കുക. ആ 3 ദിവസങ്ങളിലും ഹരിനാമകീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ്. അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഈ 3 ദിവസങ്ങളിൽ ജപിക്കുക. ഏകാദശിക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം നാമജപത്തിന് ശേഷം അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാര ക്ഷേത്രത്തിലും പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പുലവാലായ്മ, പീരിയഡ്സ് മുതലായവ ഉണ്ടായിരുന്നാലും നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഹരിനാമ കീർത്തനങ്ങൾ ഒന്നും തന്നെ പറയുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. വ്രതമായി ഇരിക്കുക, അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല, പിന്നെ വിളക്ക് കൊളുത്തി അതിന് മുമ്പിലിരുന്നും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഇത് 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് വ്രതം പിടിച്ച് ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലി നമുക്ക് വ്രതം പിടിക്കാവുന്നതാണ്. വൈഷ്ണവ കലണ്ടർ പ്രകാരം ഏകാദശി ആരംഭിക്കുന്നത് 2025 ജൂൺ 21 തീയതി രാവിലെ 7:18 അവസാനിക്കുന്നത് പിറ്റേ ദിവസം, അതായത് ജൂൺ 22, 2025 അതിരാവിലെ 4:27 വരെയാണ് ഏകാദശി ഉള്ളത്. അത് കഴിഞ്ഞ് ദ്വാദശി ആരംഭിക്കുകയാണ് 22 തീയതി ഞായറാഴ്ച. അതുകൊണ്ട് തന്നെയാണ് മഹാദ്വാദശിയാണത്. ദ്വാദശിയും ഏകാദശിയും ചേർന്ന് വരുന്ന ദിവസമായ 22 തീയതി നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്. 21 തീയതി ഞാൻ പറഞ്ഞു രാവിലെ 7:18 ഏകാദശി ആരംഭിക്കുന്നത്, ശനിയാഴ്ച. അന്ന് 7:17 വരെ ദശമിയുണ്ട്. അപ്പോൾ ദശമി സ്പർശ ഏകാദശിയായി ശനിയാഴ്ചത്തെ ഏകാദശി മാറിയതുകൊണ്ട് അന്ന് ആരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. വ്രതം സമർപ്പിക്കുന്നത്, അത് പാരണ വിടുന്നത് എപ്പോഴാണെന്ന് നോക്കാം. തിങ്കളാഴ്ച രാവിലെ 6:06 10:18 മധ്യയാണ് പാരണ വിടേണ്ടത്. തുളസി തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ്. വീട്ടിൽ തന്നെ അങ്ങനെ ചെയ്യാം. ഭഗവത് നാമങ്ങളെല്ലാം ജപിച്ച് തുളസി തീർത്ഥം സേവിച്ച് പാരണ വിടാം. അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് പാരണ വിടാവുന്നതാണ്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ശ്രീഹരിയും മഹാലക്ഷ്മിയും ഭൂമിയിൽ ഉള്ള സമയമാണ് ഹരിവാസരമെന്ന് പറയുന്നത്. അത് ജൂൺ 21 രാത്രി 11:11
22-ാം തീയതി രാവിലെ 9:42 വരെയാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഉറക്കമൊഴിയുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഭഗവത് നാമങ്ങൾ ജപിച്ച് യാതൊരുവിധ ആഹാരങ്ങളും കഴിക്കാതിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഹരിവാസര സമയം പരിപാവനമാണ്, പുണ്യമാണ്. ഈ യോഗിനി ഏകാദശി എടുത്ത് ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 88,000 പേർക്ക് അന്നദാനം നടത്തിയ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളെല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.